ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. നമുക്കിന്ന് ഒരു അടിപൊളി രസം ഉണ്ടാക്കിയാലോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു തക്കാളി രസം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 8-10 ചെറിയ ഉള്ളിയും 10-12 വെളുത്തുള്ളിയും പിന്നെ നമ്മളെ കയ്യിൽ മുഴുവനോടെ കുരുമുളകെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. ഇത് വീട്ടിൽ തന്നെ ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ച് അന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കായമാണ്. അതും ഇതുപോലെ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എൻ്റെ കയ്യിൽ ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഞാൻ 3 എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ ഒരു 1.5 മതിയാവും കേട്ടോ. അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം, അതായത് ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ, അത് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ സമയത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴാണല്ലോ ആ മണമൊക്കെ അങ്ങ് വരും. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് പിന്നെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും കൂടി ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി തക്കാളി രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.